നമ്മുടെ ലൈഫിൽ നല്ലൊരു ദിവസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടെ സ്റ്റാർട്ട് ചെയ്യണം. എത്ര തന്നെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് എന്ന് പറഞ്ഞാലും, എത്ര തന്നെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും എന്ന് പറഞ്ഞാലും, ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസങ്ങൾ വരാറുണ്ട്. ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടാവാറുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്താലോ? സോ വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ. പിന്നെ അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ മനുഷ്യന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ദിവസം ഒരുപാട് ചിന്തകൾ നമ്മൾ കാട് കയറി ചിന്തിക്കാറുണ്ട്. അതിലൊരു 70 or 80% പോലും നമ്മൾ നെഗറ്റീവായ ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്ത് ചെയ്തിട്ട് ഒന്നും ഒരു ഗുണം പിടിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടാത്ത നിലയിലാണ് ഞാൻ. ഒന്നിന് പിറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എല്ലാവരും ആശ്വാസത്തിന് എൻ്റെ മുഖത്താണ് നോക്കുന്നത്. എനിക്ക് കരയാൻ പറ്റില്ലല്ലോ. ചക്കിൽ കെട്ടിയ കാളയെ പോലെ ജീവിതം ഇങ്ങനെ തിരിയുന്നു. നമുക്ക് ഈ നാട് വിട്ടു പോയാലോ മാഷേ? ശരിയാണല്ലേ. നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് ഒരു അറ്റമില്ല. ഒരു പക്ഷേ ഒന്ന് കാമായിരുന്ന് അല്ലെങ്കിൽ ഒന്ന് ഡീപ്പായിട്ട് കരഞ്ഞു കഴിഞ്ഞ് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ഡീപ്പായിട്ട് കരഞ്ഞ് നമ്മുടെ ആ സങ്കടം വിഷമമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുമായിരിക്കും. അതിന് പകരം നമ്മൾ ആ പ്രശ്നത്തിലൂടെ നമ്മുടെ ചിന്തകളെ, നെഗറ്റീവായ ചിന്തകളെ കുന്നുകൂട്ടി നമ്മുടെ ആ പ്രശ്നങ്ങൾ വലുതാക്കുകയാണ്. ഇങ്ങനെ നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റ്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണോ നെഗറ്റീവായിട്ടിരിക്കണോ എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർ അവരുടെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിരിക്കും. അവരുടെ ചിന്തകളായാലും അവരുടെ സിറ്റുവേഷൻസും അവരുടെ എക്സ്പീരിയൻസും എല്ലാം അവരുടെ ഫോക്കസ് തന്നെ നെഗറ്റീവിലേക്കായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത്, ഈ നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അധികം കാണാൻ കഴിയില്ല. അവർക്കെപ്പോഴും ആ ഒരു പോസിറ്റീവിലും അവർ നെഗറ്റീവ് കണ്ടെത്തുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളും നെഗറ്റീവിലൂടെ ചിത്രീകരിച്ച് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുന്നവരായിരിക്കും എപ്പോഴും ഈ നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഇവരെപ്പോഴും പാസ്റ്റിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും തിരിച്ചു വരാത്ത ഈ കാര്യങ്ങളെപ്പറ്റി ഓർത്തോർത്ത് നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സൊല്യൂഷനെ പറ്റി ചിന്തിക്കാതെ ആ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് നെഗറ്റീവിലൂടെ പോകുന്ന ചില ആൾക്കാർ. പക്ഷെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചില മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇങ്ങനെയുള്ളവർ ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരിലെ നല്ല കാര്യങ്ങൾ കാണാതെ എപ്പോഴും ബാഡായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഈ ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങളും? എങ്കിൽ നിങ്ങളൊരു നെഗറ്റീവ് മൈൻഡുള്ള ആളാണ്. സോ ഡോണ്ട് വറി, നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഇവിടെ തന്നെയുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് എഫക്ട്സും കൂടെ നമുക്ക് നോക്കാം, എന്നിട്ട് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരാം. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്നത്, ഈ നെഗറ്റീവായ ആളുകൾക്ക് എപ്പോഴും ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവില്ല. എന്ത് ചെയ്താലും എനിക്ക് അങ്ങനെ വരൂ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഇങ്ങനെയുള്ള ഓരോ ചിന്തകളാണ് അവരുടെ മനസ്സിലേക്ക് വരിക. ഇങ്ങനെയുള്ളവരിൽ കൂടുതൽ കാണപ്പെടുന്നത് അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ലായ്മ. അവരുടെ കഴിവിൽ അവർക്ക് ഒരിക്കലും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് അവർക്കുണ്ടാവുന്നത്. അവരെന്ത് ചെയ്താലും അതൊരിക്കലും സക്സസ് ആവില്ല, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്താലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നുള്ളത് അവർ തന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ് അവരിൽ കൂടുതൽ പേരിലും. സോ അവരുടെ കാര്യത്തിൽ അവർക്ക് ഒട്ടും തന്നെ ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് അവരുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുക. ദെൻ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിനെ വിടാതെ പിന്തുടരും. അവർ പുറമേക്ക് വളരെയധികം ചിരിച്ചും സന്തോഷവാനായിരിക്കുമെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ അവർക്ക് സാധിക്കില്ല. സോ ഇതൊക്കെയാണ് നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എത്ര നെഗറ്റീവ് വന്നാലും അതിനൊരു പോസിറ്റീവ് ചിന്തയോടുകൂടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അവരെപ്പോഴും മറ്റുള്ളവർക്കും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. അതുപോലെ അവർക്ക് ഒന്നിനും കഴിയില്ല എന്നതിന് പകരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നായിരിക്കും അവരെപ്പോഴും പറയുക.
സോ അവരിലേക്ക് വരുന്ന വിമർശനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരുമായി നല്ലൊരു ബന്ധം, റിലേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നവരായിരിക്കും. സോ അവരവരുടെ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരുടെ സൊല്യൂഷനിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു പോസിറ്റീവ് മൈൻഡുള്ള ആളുകളിൽ പെട്ടവരാണ്. സോ ഈ പോസിറ്റീവ് മൈൻഡുള്ള ആളുകൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ, വിഷമങ്ങളെ ഒക്കെ ഒറ്റയ്ക്ക് തന്നെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് എപ്പോഴും അവരിൽ ഉണ്ടായിരിക്കും. സോ അവരെപ്പോഴും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ അതിനുള്ള സൊല്യൂഷനിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് അവരിൽ ഉണ്ടായിരിക്കും. സോ അവരെപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻ്റ് ഉള്ളവരായിരിക്കും. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ പോസിറ്റീവ് മൈൻഡുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ആ നെഗറ്റീവ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ അതിനെ പോസിറ്റീവാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ എന്ന് ചിന്തിക്കുന്നതിന് പകരം ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്നും ഇതേപോലെ ആയിരിക്കും എന്നല്ല, ഈ ഒരു ടൈം കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഇത് ശരിയാവും എന്നുള്ളതിലൂടെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ചില സമയത്ത് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മളെ തന്നെ പഴിചാരാതെ നമ്മളെ തന്നെ നെഗറ്റീവാക്കി ചിന്തിക്കാതെ, തെറ്റുകൾ പറ്റും, മനുഷ്യനായാൽ തെറ്റുകൾ പറ്റും, സ്വാഭാവികമാണ്, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു തെറ്റിലൂടെയാണ് നമ്മൾ ആ ശരിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ ഒരു തെറ്റിനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ച് നമ്മളെ നല്ല രീതിയിൽ ചിന്തിക്കുക. നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതിരാവിലെ എണീറ്റ ഉടനെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമുക്കൊരു പോസിറ്റീവ് എനർജിയോട് കൂടെ കാണാൻ കഴിയും. ഈ ഗ്രാറ്റിറ്റ്യൂഡിന് നമ്മുടെ ലൈഫിൽ ഒരു വലിയ റോളുണ്ട്. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടും. അതുപോലെ സ്വയം അറിയാൻ ശ്രമിക്കുക. മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെയാണ് സ്വയം അറിയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, നെഗറ്റിവിറ്റി ഉണ്ടായാൽ സ്വയം ബ്ലെയിം ചെയ്യാതെ സെൽഫിനെ അറിയുക, സെൽഫ് ടോക്ക് നടത്തുക, നല്ല ഒരു കൈൻഡായിട്ട് പെരുമാറുക. അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി എടുക്കുക. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ലൈഫിൽ പോസിറ്റിവിറ്റീസും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടായിരിക്കും. അത് ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്കതിലൂടെ പോസിറ്റീവ് ലൈഫിലേക്ക് എത്താൻ കഴിയുള്ളൂ. സോ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ദെൻ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.